മലയാള ചലച്ചിത്ര രംഗത്ത് തനതായ ഹാസ്യശൈലി കൊണ്ടും വിസ്മയിപ്പിക്കുന്ന വേഷപ്പകർച്ചകൾ കൊണ്ടും സ്വന്തം ഇടം അടയാളപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ദേശീയ പുരസ്കാര ജേതാവായ നടൻ സലിംകുമാർ. ചലച്ചിത്ര ലോകത്ത് സജീവമായിരിക്കുമ്പോൾ തന്നെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ കാണിച്ച അസാധ്യമായ ധീരതയാണ് അദ്ദേഹത്തെ സഹപ്രവർത്തകരിൽ നിന്നും സമകാലികരിൽ നിന്നും വേറിട്ടു നിർത്തുന്നത്. സിനിമാ പ്രവർത്തകർ തങ്ങളുടെ രാഷ്ട്രീയ ചിന്തകൾ പരസ്യമാക്കാൻ മടിക്കുകയും സാംസ്കാരിക നായകർ ഭൂരിഭാഗവും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ താൻ ഒരു കട്ട കോൺഗ്രസ് അനുഭാവിയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. നിത്യഹരിത നായകൻ പ്രേം നസീറിന് ശേഷം മുഖ്യധാര ചലച്ചിത്ര മേഖലയിൽ കോൺഗ്രസ് ചേരിയിലേക്ക് പരസ്യമായി കടന്നുവന്ന ചുരുക്കം ചില കലാകാരന്മാരിൽ ഒരാളാണ് സലിംകുമാർ. പിൽക്കാലത്ത് ജഗദീഷും ധർമ്മജൻ ബോൾഗാട്ടിയും രമേശ് പിഷാരടി തുടങ്ങിയ നിരവധി നടന്മാർ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയെങ്കിലും ഇവർക്കെല്ലാം എത്രയോ മുൻപേ തന്നെ കോൺഗ്രസ് ആശയങ്ങളോടുള്ള തന്റെ ആഭിമുഖ്യം പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ നിലപാടുകളൊന്നും തന്നെ ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിൽ പങ്കുചേരുന്നതിനോ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനോ അദ്ദേഹം ഉപയോഗിച്ചില്ല. പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലുമില്ല എന്ന കർക്കശമായ തീരുമാനം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടയായി അറിയപ്പെട്ടിരുന്ന വടക്കൻ പറവൂരിൽ നിന്നും വളർന്നു വന്ന ഈ കലാകാരൻ വെള്ളിത്തിരയിൽ നർമ്മരസപ്രധാനമായ വേഷങ്ങളാണ് ജനമനസ്സുകൾ കീഴടക്കിയതെങ്കിലും രാഷ്ട്രീയ വേദികളിലെ പ്രസംഗങ്ങളിലും സാമൂഹിക നിലപാടുകളിലും അതീവ ഗൗരവക്കാരനായാണ് പ്രത്യക്ഷപ്പെട്ടത്. തന്റെ ഗൗരവമേറിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കിടയിലും തനതായ നർമ്മം ഒളിപ്പിച്ചു വയ്ക്കാൻ അദ്ദേഹം അസാധാരണ വൈഭവവും കാണിച്ചു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കേരളത്തിൽ രാഷ്ട്രീയമായ മാറ്റമുണ്ടാകുമെങ്കിലും പറവൂരിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ വിജയിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിന്റെയും കോൺഗ്രസ് മനോഭാവത്തിന്റെയും വ്യക്തമായ ഉദാഹരണമായിരുന്നു. വടക്കൻ പറവൂരിലെ ചിറ്റാട്ടുകരയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനുള്ള രാജ്യത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ വേളയിലുണ്ടായ ഒരു അനുഭവം നിർത്താചിരിച്ചുകൊണ്ട് അനുസ്മരിക്കാറുണ്ട്. അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്റെ വീടിന് നേരെ ഒരു ഡിവൈഎഫ്ഐ മാർച്ച് വരുന്നത് കണ്ട് ആദ്യം ഭയന്നു പോയെന്നും എന്നാൽ അത് തനിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തിയ പ്രകടനമാണെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആശ്വാസമായെന്നും അദ്ദേഹം പങ്കുവച്ചിരുന്നു. സലിംകുമാർ എന്ന വ്യക്തിയെ അടിമുടി ഒരു കോൺഗ്രസുകാരനാക്കി മാറ്റിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനോടുള്ള അടങ്ങാത്ത ആരാധനയും ഉണ്ടായിരുന്നു. തീവ്ര കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന പിതാവ് ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ പാർട്ടിയുടെ രാഷ്ട്രീയ ജാഥകൾക്കും പൊതുസമ്മേളനങ്ങൾക്കും സ്ഥിരമായി കൊണ്ടു നടക്കുമായിരുന്നു. ഈ അനുഭവങ്ങളാണ് അദ്ദേഹത്തിൽ ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് ചിന്താഗതികൾ ശക്തമായി വേരുന്നാൻ കാരണമായത്. ലീഡർ കെ കരുണാകരന്റെ വ്യക്തിപ്രഭാവവും സമാനതകളില്ലാത്ത പ്രസംഗശൈലിയും സലിംകുമാറിനെ കടുത്തൊരു കരുണാകര ഭക്തനാക്കി മാറ്റി. വിവാദമായ രാജൻ കേസിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ട് കരുണാകരൻ അവരുടെ നാട്ടിലെത്തിയപ്പോൾ കേസ് നടത്തിപ്പിനുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി ഒരു നോട്ടുമാല അണിയിച്ച ചെറുപ്പക്കാരനായ സലിംകുമാറിന്റെ കവിളിൽ ലീഡർ തലോടിയൊരു സംഭവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിച്ചു.